നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൗദി പ്രോ ലീഗിൽ അൽ നസർ ഇന്ന് അൽ റിയാദിയുമായിട്ട് കളിക്കുന്നു. രാത്രി ഇന്ത്യൻ സമയം 8:45 ആ മത്സരം. ആ മത്സരത്തിൽ പക്ഷേ അൽ നസറിൻ്റെ പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കില്ല എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ആദ്യം ചില സൗദി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് താരത്തിന് ഓർഗെ ഹീസസ് റെസ്റ്റ് കൊടുക്കുകയാണ്, പരിക്കൊന്നുമില്ല, പക്ഷേ അൽ ഇത്തിഹാദിനെതിരെ അടുത്ത ആഴ്ച കളിയുണ്ട്, അതിന് മുന്നോടിയായിട്ട് റെസ്റ്റ് കൊടുക്കുകയാണ് എന്നാണ്. എന്നാൽ സംഗതി അതൊന്നുമല്ല, റെസ്റ്റും മറ്റു കാര്യങ്ങളൊന്നുമല്ല എന്ന് തന്നെ ഇപ്പോൾ പോർച്ചുഗീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പോർച്ചുഗീസ് മാധ്യമം എബോല വളരെ വിശദമായി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ റെഫ്യൂസസ് ടു പ്ലേ ഫോർ അൽ നസർ. അൽ നസറിനായിട്ട് കളിക്കില്ല. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം കളിക്കില്ല എന്ന് റെഫ്യൂസ് ചെയ്തിരിക്കുകയാണ് എന്നാണ് ഏതായാലും എബോലയുടെ റിപ്പോർട്ട്. അതിന് അവർ വിശദമായിട്ട് കാര്യം കൊടുക്കുന്നുണ്ട്, വാർത്തയിൽ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഡിസാറ്റിസ്ഫൈഡ് ആണ്. അതായത് PIF പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് സൗദി അറേബ്യ, അവരാണ് അൽ നസറിൻ്റെ കാര്യത്തിൽ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം നടത്തുന്നത്. അവരുടെ മാനേജ്മെൻറ്റ് വിഷയത്തിൽ ക്രിസ്ത്യാനോ അൺസാറ്റിസ്ഫൈഡ് ആണ് എന്നാണ് റിപ്പോർട്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഡിറ്റർമൈൻഡ് ടു മിസ് അൽ നസർസ് നെക്സ്റ്റ് ഗെയിം ഷെഡ്യൂൾഡ് ഫോർ ദിസ് മൺഡേ എഗെയിൻസ്റ്റ് ലോക്കൽ റിവൽസ് അൽ റിയാദ് എന്ന് പറഞ്ഞുകൊണ്ട് വിശദമായിട്ട് പറയുന്നു. അപ്പം 20ാം റൗണ്ട് മത്സരം, ഈ മത്സരം അദ്ദേഹം കളിക്കാൻ തയ്യാറാവുന്നില്ല. റീസൺ എന്ന് പറഞ്ഞാൽ സൗദി പ്രസ്സുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്ന പോലെ ഫിസിക്കൽ മാനേജ്മെൻറ്റിൻ്റെ വിഷയമല്ല, അതായത് റെസ്റ്റിൻ്റെയോ മറ്റു കാര്യങ്ങളോ അല്ല. അതേസമയം ഇവിടെ അക്കോർഡിംഗ് ടു ഇൻഫോർമേഷൻ ഒബ്റ്റൈൻഡ് ബൈ അവർ ന്യൂസ് പേപ്പർ ഫ്രം എ സോഴ്സ് അറ്റ് അൽ നസർ എന്ന് പറഞ്ഞുകൊണ്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ ഈസ് അൺഹാപ്പി വിത്ത് ദി വേ ദി PIF ഈസ് മാനേജിങ് ദി ക്ലബ്. അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്യുന്ന അൽ നസറിനെ PIF മാനേജ് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തിന് എതിർപ്പുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് റിപ്പോർട്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ കംപ്ലയിൻറ്റ് ചെയ്യുന്നത് വേണ്ടത്ര ഇൻവെസ്റ്റ്മെൻറ്റ് അൽ നസറിൻ്റെ കാര്യത്തിൽ നടക്കുന്നില്ല. ഓർഗെ ഹീസസ് ആവശ്യപ്പെട്ട സൈനിങ്ങുകൾ ഈ ഒരു വിൻഡോയിൽ നടന്നതില്ല. അതിന് വളരെ വ്യക്തമായിട്ടുള്ള തെളിവാണ് ഈ ഒരു വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഹൈദർ അബ്ദുൽ കരീമിനെ മാത്രമാണ്, അത് ഇറാഖിൽ നിന്നുള്ള 21-കാരൻ മിഡ്ഫീൽഡർ, അദ്ദേഹത്തെ മാത്രമാണ് സൈൻ ചെയ്തിരിക്കുന്നത്. അതേസമയം മറ്റ് ടീമുകളിൽ വേണ്ട വിധത്തിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് പ്രധാനമായിട്ടും ക്രിസ്ത്യാനോ റൊണാൾഡോയെ ചൊടിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ എബോലയുടെ റിപ്പോർട്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഡിസാറ്റിസ്ഫാക്ഷൻ ഒരു പ്രധാന കാരണമായിട്ട് എടുത്തു പറയുന്നത് അൽ ഹിലാലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അൽ നസറിന് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം അൽ ഹിലാൽ നോക്കുക, ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ 2 മില്യൺ യൂറോ കൊടുത്തുകൊണ്ട് ഫാരന്റീനയുടെ സ്പാനിഷ് സെൻട്രൽ ബാക്ക് പാബ്ലോ മാരിയെ എത്തിച്ചു. 30 മില്യൺ യൂറോ കൊടുത്ത് കെയ്ദർ മേറ്റയെ എത്തിക്കുന്നു. അതുകൂടാതെ ഇപ്പോൾ കരീം ബെൻസീമയെ അവർ ടീമിലേക്ക് എത്തിക്കാനുള്ള സാധ്യതകൾ ഈ അവസാന മണിക്കൂറുകളിൽ വളരെ സജീവമാണ്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ ഡിസാറ്റിസ്ഫാക്ഷൻ കൃത്യമായിട്ട് ഒരു ബോയ്ക്കോട്ടിലൂടെ കാണിക്കുകയാണ് എന്നാണ് എബോലയുടെ റിപ്പോർട്ട്. ഏതായാലും എബോലയുടെ റിപ്പോർട്ടിനെ സാധൂകരിക്കുന്ന തരത്തിൽ ഫബ്രീസിയോ റൊമാനോയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫബ്രീസിയോ പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ വിൽ നോട്ട് ഫീച്ചർ ഇൻ ടുമാറോസ് മാച്ച് ബിറ്റ്വീൻ അൽ നസർ ആൻഡ് അൽ റിയാദ്. ഹിസ് ആബ്സെൻസ് നോട്ട് റിലേറ്റഡ് ടു എനി ഫിസിക്കൽ ഇഷ്യൂ നോർ ടു വർക്ക് ലോഡ് ഓർ ഫിറ്റ്നസ് മാനേജ്മെൻറ്റ്. അപ്പോൾ അദ്ദേഹത്തിന് ഫിറ്റ്നസ് ഇഷ്യൂ ഇല്ല, അതുപോലെ തന്നെ വർക്ക് ലോഡ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടോ ഫിറ്റ്നസ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടോ കൊടുക്കുന്ന റെസ്റ്റ് അല്ല, ക്രിസ്ത്യാനോ കളിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് എന്നതാണ് ഫബ്രീസിയോയുടെ റിപ്പോർട്ട്. ചുരുക്കത്തിൽ ക്രിസ്ത്യാനോ ഒരു ബഹിഷ്കരണ ഭീഷണിയുമായിട്ട് നിൽക്കുകയാണ്. തൻ്റെ ടീമിന് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഈ ഒരു പ്രൊട്ടസ്റ്റിലൂടെ അറിയിക്കാൻ ശ്രമിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.